ആർട്സ് ഷോയ്ക്ക് 100 മാർക്ക് കിട്ടാമെങ്കിൽ SFIയിലുള്ള ആർക്കും മാർക്ക് കിട്ടും. അപ്പൊ ഇത് വളരെ അപകടകരമായ ഒരു നിലയിലേക്ക് പോവുകയാണ്. അങ്ങനെ വരുമ്പോഴേക്കും ഇത് നമ്മുടെ പൊതു രംഗത്തിനും നമ്മുടെ രാഷ്ട്രീയത്തിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടാൻ മാത്രമേ ഉപകരിക്കുള്ളൂ. നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. KSRTC ഡ്രൈവറും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള തർക്കം കേരളത്തിൽ മുഴുവൻ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു വാർത്ത തന്നെയായിരുന്നു. യദുവിനെ പിന്തുണയ്ക്കാത്തവർ പോലും മേയർ ആര്യ രാജേന്ദ്രനെ കുറിച്ച് കുറച്ചുകൂടെ പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നു എന്ന അഭിപ്രായം ഉള്ളവർ തന്നെയാണ്. ഇത് ആര്യ ഉൾപ്പെട്ട SFI എന്ന സംഘടനയുടെ പോരായ്മയാണ് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് RS ശശികുമാർ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്, നമുക്കതൊന്ന് കേൾക്കാം. RS ശശികുമാർ, ഈ മേയറിന്റെ വാർത്ത വിവാദമായിരിക്കുന്ന സമയത്ത് താങ്കൾ ഈ ആര്യയുടെ മാർക്ക് ലിസ്റ്റുമായിട്ട് പുറത്തോട്ട് വന്നിരിക്കുന്ന വാർത്ത വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അല്ല, ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ SFIക്ക് പരിപൂർണ സ്വാതന്ത്ര്യം സംസ്ഥാന അടിസ്ഥാനത്തിൽ കൊടുത്തേക്കാണ്. അത് സർവകലാശാല മേഖലയിലാണ് പ്രത്യേകിച്ച്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്ക് MA പാസ്സാകാനും PhD പാസ്സാകാനുള്ള സൗകര്യം പോലും ഉണ്ടാക്കി കൊടുത്തേക്കുന്നു. ഈ അടുത്ത കാലത്ത് ചിന്താ ജെറോമിന്റെ ഉൾപ്പെടെ ആർഷോയുടെ മഹാരാജാസ് കോളേജിൽ നടന്ന മാർക്ക് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ ആര്യ രാജേന്ദ്രന്റെ ഒരു ഇഷ്യൂ ഇപ്പോൾ വന്നപ്പോഴാണ് അവരുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കണമെന്ന് തീരുമാനിച്ചത്. വാസ്തവത്തിൽ മേയറായി സത്യപ്രതിജ്ഞ ചെയ്ത അടുത്ത ദിവസം കൈരളി ചാനലിൽ ആര്യ രാജേന്ദ്രന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവില് വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്, ഞാൻ യാദൃശ്ചികമായിട്ടാണ് കൗൺസിലറായത്, ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ മേയറായത്. എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ വീട്ടുകാരുടെയും അച്ഛനും അമ്മയുടെയൊക്കെ ഉദ്ദേശം എന്നെ IAS എടുപ്പിക്കണമെന്നാണ്. എനിക്കാണെങ്കിൽ IPSനോടാണ് താല്പര്യം, കാരണം യൂണിഫോമിനോടുള്ള താല്പര്യമാണ്. ഞാൻ അതുകൊണ്ട് ഡിഗ്രി കഴിഞ്ഞാൽ ഉടൻ തന്നെ മാനേജ്മെന്റ് MBAക്ക് പോയതിനു ശേഷം ഞാൻ IPSന് വേണ്ടി ശ്രമിക്കും എന്ന് ഇന്റർവ്യൂ പറയുകയും ഉടൻ തന്നെ കൈരളി ചാനല് തീർച്ചയായിട്ടും ആഗ്രഹം സബലീകരിക്കട്ടെ എന്ന ആശംസകൾ കൊടുത്തുകൊണ്ടാണ് വിടുന്നത്. അപ്പൊ ഇത് വളരെ ഒരു മോഡൽ സ്റ്റോറിയാണ്. ആ ജനങ്ങളുടെ ഇടയിൽ വളരെ അക്കാഡമിക് പ്രതിഭയായിട്ടുള്ള ഒരു കുട്ടിയെ SFI ആണെങ്കിൽ പോലും ഞങ്ങൾ അങ്ങനെയുള്ളവരെ തിരഞ്ഞു കണ്ടുപിടിച്ച് മേയറായിട്ട് ഞങ്ങൾ നിയമിച്ചു എന്നുള്ള ഒരു പരസ്യം കൊടുക്കുക എന്നുള്ളത് CPMന്റെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന രീതിയിലുള്ള പ്രചരണം കൊടുത്തു. വസ്തുത അങ്ങനെ അല്ല ചെയ്യേണ്ടത്. മേയർ എന്ന് പറയുന്നത് നഗരമാതാവാണ്. അവിടെ മുമ്പ് മേയറായിട്ടിരുന്നവരാരും വളരെ പരിണിത പ്രജ്ഞരായിട്ടുള്ള ആൾക്കാരാണ്. പ്രൊഫസർ ചന്ദ്രിക ഉൾപ്പെടെയുള്ളവർ മേയറായിട്ടിരുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ തന്നെ അത്തരത്തിലുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാര് മേയറാവാൻ പ്രാപ്തരായിട്ടുള്ളപ്പോൾ ഈ ആര്യ രാജേന്ദ്രനെ നിയമിച്ചത് വളരെ പർപ്പസ്ഫുൾ ആയിട്ടാണ്. അതൊരു മെസ്സേജാണ് കൊടുത്തത്. SFIയിൽ നിന്ന് പ്രവർത്തിച്ചാൽ മേയറാകാം, MLA ആവാം, മന്ത്രിയാവാം എന്നുള്ളത്. ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ അതിനെ തുടർന്ന് ഇവരുടെ അക്കാഡമിക് മെറിറ്റ് പരിശോധിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ സർവകലാശാലയെ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവര് +2 പാസ്സായ ഉടൻ തന്നെ LBS എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗിന് ചേർന്നു. എഞ്ചിനീയറിംഗിന് 6 മാസം പോലും പോയില്ല. കാരണം അവരെ കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നിയതുകൊണ്ടാവാം അവിടെ ഒന്ന് TC വാങ്ങിച്ചുകൊണ്ട് അടുത്ത വർഷം ആർട്സ് സയൻസ് കോളേജിൽ ചേർന്നു. ആർട്സ് സയൻസ് കോളേജിൽ 1, 2, 3 സെമിസ്റ്റർ കഴിഞ്ഞപ്പോഴാണ് കൗൺസിലറുടെ തെരഞ്ഞെടുപ്പ് വരികയും അതനുസരിച്ച് അവരിപ്പോൾ മേയറാവുകയും ചെയ്തു. പിന്നെ കോളേജിൽ പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അവരെ 3ാം സെമിസ്റ്റർ വരെ പഠിച്ചു. 4ാം സെമിസ്റ്ററിന്റെ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തേ ഉള്ളൂ. അവരെ എന്തായാലും പരീക്ഷയില്ല, ഡിസ്കണ്ടിന്യൂ. അപ്പോ ഈ 1ാം സെമിസ്റ്ററിന്റെ മാർക്ക് പരിശോധിച്ചപ്പോഴാണ് വാസ്തവത്തിൽ 0 മാർക്കാണ് മാത്തമാറ്റിക്സിന് കിട്ടിയിരിക്കുന്നത്. 2ാം സെമിസ്റ്ററിൽ മലയാള 7 മാർക്കാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരാളാണ് IAS ആകാൻ പോകുന്നു, IPS ആകാൻ പോകുന്ന രീതി പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് വളരെ ജനങ്ങളെ കബളിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി CPM ചെയ്ത ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അപ്പോൾ ആ കാര്യം ജനങ്ങളുടെ മുമ്പിൽ അറിയിക്കേണ്ട ഒരു ബാധ്യതയല്ലേ. വാസ്തവത്തിൽ ഇവർക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ അറിയാമല്ലോ, ആർട്സ് ഉൾപ്പെടെയുള്ളവര് 100 മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അത് മഹാരാജാസ് കോളേജ് ആയതുകൊണ്ടാണ്. ഇവര് ദൗർഭാഗ്യവശാൽ പഠിച്ചത് ആർട്സ് ആൻഡ് കോളേജിലായി പോയി. അവിടെ ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻ നടത്താനുള്ള സാധ്യതകൾ കുറവായതുകൊണ്ടാണ് മാർക്ക് 0 ആയി പോയത്. തീർച്ചയായിട്ടും നമുക്ക് ഈ പറയാനുള്ളത്, മേയറാകുന്നതിന് ഇപ്പം ക്വാളിഫിക്കേഷൻ ഒന്നും വേണമെന്നില്ല. പക്ഷേ ഇത്തരത്തിൽ വളരെ മിടുക്കരായിട്ടുള്ള പ്രതിഭകളായിട്ടുള്ള ആൾക്കാരെയാണ് ഞങ്ങൾ
മേയറായിട്ട് അവതരിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കിയാണ്. കേരളത്തിലെ ജനങ്ങളെ മാത്രമല്ല, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ നഗരവാസികളെയാണ് വിഡ്ഢികളാക്കിയിരിക്കുന്നത്. ഇത്രയും മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു കുട്ടിയെ മേയറാക്കിയിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും അത് ശരിയാണോ എന്നുള്ള കാര്യം CPM പരിശോധിക്കേണ്ടതാണ്. അവർ വന്നതിന് ശേഷം ഇതൊക്കെ പിൻവാതിൽ നിയമനങ്ങൾ വ്യാപകമായിട്ട് നടന്നു. അതിനെക്കുറിച്ച് എന്ത് നടപടി ഉണ്ടായി? അതിനും പാർട്ടിയുടെ സപ്പോർട്ടാണ്. ഈ അടുത്ത കാലത്ത് രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹം വന്നപ്പോഴേക്കും അതിലേക്ക് അവരുടെ കാർ കൊണ്ടിടിച്ച് കയറ്റി. തീർച്ചയായിട്ടും അത് ചട്ടവിരുദ്ധമാണ്. പക്ഷേ മേയർ പറഞ്ഞുകൊണ്ടാണ് ഡ്രൈവർ അത് ചെയ്തതെന്ന് പറഞ്ഞു. അതിന് താക്കീത് ചെയ്യാൻ പോലും തയ്യാറല്ല. അപ്പോൾ SFI ആയിട്ടുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ മേയർ, SFI നേതാക്കൾ എന്ത് ചെയ്താലും അതിന് അംഗീകാരം കൊടുക്കുന്ന ഒരു പാർട്ടി സംവിധാനമായി CPM മാറിയിരിക്കുകയാണ്. അത് അപകടമാണ്. അതവർ തിരിച്ചറിയാൻ തയ്യാറാവണം. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം CPM-നകത്തുള്ളവർ പോലും, കോർപ്പറേഷനിലെ ജീവനക്കാരില്, കോർപ്പറേഷനിലെ കൗൺസിലർമാരിൽ ഇൻക്ലൂഡിങ് CPM ആൾക്കാർക്ക് ഈ മേയറായ ആര്യ രാജേന്ദ്രന്റെ ധാർഷ്ട്യം ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവരെ വളരെ മോശമായ രീതിയിൽ ആണ് അവിടെയുള്ള സഹ കൗൺസിലർമാരോടെല്ലാം പെരുമാറുന്നതെന്ന് വ്യാപകമായ ആക്ഷേപമുണ്ട്. തീർച്ചയായിട്ടും ഇത് ഈ അഹങ്കാരത്തിന്റെ രൂപമാണ് ഇപ്പോഴത്തെ മേയർ. അതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ നടന്ന യദുവുമായിട്ടുള്ള വാക്കേറ്റം. തീർച്ചയായിട്ടും ഞാൻ യദുവിനെ സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല. കാരണം ഡ്രൈവർമാരെല്ലാം യോഗ്യന്മാരാണെന്നുള്ള അഭിപ്രായമില്ല. കാരണം ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രൈവർമാര് പലരും മറ്റേ യാത്രക്കാരോടോ യാത്ര ചെയ്യുന്ന വാഹനങ്ങളോടൊന്നും യാതൊരു ബഹുമാനമില്ലാതെ ആണ് വണ്ടി ഓടിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഏത് കുറ്റക്കാരനാണെന്ന് ഞാൻ കാണുന്നില്ല. അപ്പോൾ അങ്ങനെ കുറ്റക്കാരനാണെങ്കിൽ പോലും ഉയർന്ന സ്ഥാനം വഹിക്കുന്ന മേയർ നിശ്ചയമായും അവരെ ഇരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് അവരറിയുന്നില്ല. നമ്മളെല്ലാവരും വളരെ വളരെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന പവിത്രമായ ഒരു സ്ഥാനമാണ് മേയർ സ്ഥാനം. ആ ആദരവ് ആ സ്ഥാനത്തിന് ആര്യ രാജേന്ദ്രന് കൊടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഡ്രൈവറുമായിട്ട് അവിടെ വാക്കേറ്റം ഉണ്ടായത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് പറയുന്നതിന് പകരം അവരും അവരുടെ ഹസ്ബൻഡും, അതാണ് ഏറ്റവും വളരെ പരിതാപകരം. ഒരു MLA ആണ് സച്ചിൻ ദേവ് എന്ന് പറയുന്ന MLA, ഇതേപോലെ SFI കടന്നു വന്നാണ്. ഇവരൊക്കെ ഇവർ ഇപ്പോൾ MLA-മാരായിട്ട് എടുത്തിരിക്കുന്ന ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ ഇതെല്ലാം SFI നിന്നുകൊണ്ട് യാതൊരു പക്വതയും ഇല്ലാതെ അവരുടെ വിദ്യാഭ്യാസം പരിശോധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡിഗ്രി എടുത്തതെന്നൊക്കെ തന്നെ നമ്മൾ പരിശോധിക്കേണ്ടി വരും. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആർട്സ് ഷോയ്ക്ക് 100 മാർക്ക് കിട്ടാമെങ്കിൽ SFIയിലുള്ള ആർക്കും മാർക്ക് കിട്ടും. അപ്പൊ ഇത് വളരെ അപകടകരമായ ഒരു നിലയിലേക്ക് പോവുകയാണ്. അങ്ങനെ വരുമ്പോഴേക്കും ഇത് നമ്മുടെ പൊതുരംഗത്തിനും നമ്മുടെ രാഷ്ട്രീയത്തിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടാൻ മാത്രമേ ഉപകരിക്കുള്ളൂ. അതുകൊണ്ട് ആര്യ രാജേന്ദ്രനെ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ള അഭിപ്രായമല്ല പറയുന്നത്. ആര്യ രാജേന്ദ്രനെ ഉപദേശിക്കാൻ ഗവൺമെന്റ്, ഈ പാർട്ടി തയ്യാറാവണം, നല്ല രീതിയിൽ പോകണം. ഇല്ല എന്നുണ്ടെങ്കിൽ അവരെ ഈ സ്ഥാനത്ത് നീക്കം ചെയ്യണം.